വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. IC ബാലകൃഷ്ണൻ MLA 1 വയനാട് DCC മുൻ പ്രസിഡന്റ് ND അപ്പച്ചൻ 2 കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ 3 പ്രതികളാണ്. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ ബത്തേരി DYSP KK അബ്ദുൾ ഷെരീഫ് കുറ്റപത്രം സമർപ്പിച്ചത്. 24 മോർണിംഗ് ബ്രേക്കായിട്ടാണ് സുജിത് അയ്യപ്പത്തിയ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സുജിത, ഗുഡ് മോർണിംഗ്. എന്താണ് കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്നറിവാകുന്നുണ്ടോ? തീർച്ചയായും 2024 ഡിസംബർ 24 വിഷം കഴിച്ച നിലയിൽ NM വിജയനെയും മകനെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ 27-ാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത്. ഇതിനുശേഷം ആത്മഹത്യാ കുറിപ്പും ഒപ്പം തന്നെ ചില കത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് അയച്ച കത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു. ഇതിൽ ഇവരുടെ പേര്, അതായത് IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചൻ, KK ഗോപിനാഥൻ മുൻ കോൺഗ്രസ് നേതാവാണ്. ഇവരുടെ പേരുകളെല്ലാം തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായത് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രതികരണമാണ് പിന്നീട് വന്നത്. ഇതിന്റെ കാരണക്കാർ ഇവരാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. CPIM അടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇവർക്കെതിരെ കൊണ്ടുവരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അന്വേഷണ സംഘം കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് KK അബ്ദുൾ ഷെരീഫ് ബത്തേരി DYSP ആണ്, അദ്ദേഹമാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 100ഓളം സാക്ഷിമൊഴികളുണ്ട്. ഒപ്പം തന്നെ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. NM വിജയനുമായി നേതാക്കൾ നടത്തിയ ഫോൺ രേഖകളുടെ വിശദാംശങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയവയെല്ലാം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. 1.5 കോടിയോളം രൂപയുടെ ബാധ്യത NM വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിൽ പ്രധാനമായും ബത്തേരിയിലെ സഹകരണ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് ഭരണസമിതിയുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടുകളാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്താൻ കാരണം എന്നുള്ള തരത്തിലാണ്. അപ്പച്ചന്റെ ശബ്ദ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന. ഈ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കോടതി കൈമാറാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലും IC ബാലകൃഷ്ണനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷ്മി ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.